ഇൻട്രോ എടുക്കാൻ കാത്തിരിക്കുന്ന ഞാനിങ്ങനെ വട്ടം നോക്കും. കഥകു തുറക്കില്ല, ഞാൻ എല്ലാത്തിനെയും പിടിച്ച് പൂട്ടിയിട്ടിട്ടാ ഇവിടെ വന്നിരുന്ന് ഇൻട്രോ എടുക്കുന്നത്. എനിക്കറിയത്തില്ല. എൻ്റെ ദൈവം, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ പിള്ളേർ കേട്ടോ. ഓഹ് എൻ്റെ ദൈവമേ, തൃശ്ശൂർ പൂരവും മാറിപ്പോവും ഇവിടുത്തെ പൂരം കണ്ടാലേട്ടോ. ഞാനിങ്ങനെ ഇൻട്രോ എടുക്കാൻ ഇങ്ങനെ വട്ടം നോക്കും. ആരെങ്കിലും ഉണ്ടോ, നാട്ടുകാരുണ്ടോ, അയൽവാസികളുണ്ടോ, വീട്ടുകാരുണ്ടോ, ഇങ്ങനെ നോക്കിയിട്ടോ ഇൻട്രോ പിടിക്കുന്ന കേട്ടോ. എന്നിട്ട് പതുക്കെ 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 നമ്മൾ അങ്ങോട്ട് എഴുന്നേക്കും ഇൻട്രോ എടുക്കാനായിട്ട്. ഒരു ഓട്ടോ പോലും, ആ ഓട്ടോ പോട്ടെ. അവിടെ അപ്പുറത്ത് അച്ചായനാട്ടോ, അച്ചായൻ പോയി. അവിടെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒറ്റയാൾ പട്ടാളമാണല്ലോ, ഞാൻ തനിയുള്ള ഇതാണല്ലോ, അതാ കേട്ടോ. ആ ശംഖുപുഷ്പം ഓർത്തതേ, ശംഖുപുഷ്പത്തിന് ഇവിടെ നിൽക്കുന്നതേ ഒറ്റത്തട്ട് പടർന്ന് നന്നായിട്ടായി. ഇനിയിപ്പം ഞാൻ 5-6 തട്ടുള്ള ഒരു ശംഖുപുഷ്പം കൊണ്ട് നട്ടു. 2 പൂവായി. അതെത്തി നോക്കിയതാട്ടോ. നമ്മുടെ കിളിക്കുഞ്ഞ് ഇവിടെ ഉണ്ട്. ഇന്നലെ മുതൽ ഇന്നലെ ഞാൻ കണ്ടത് കൂട് വയ്ക്കാൻ വന്നത് കേട്ടോ. തല നമ്മൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ തല ഇങ്ങനെ വെളിയിലോട്ടിട്ട് നോക്കും കേട്ടോ. കീക്കി എന്നൊരു ശബ്ദം. ഇപ്പോൾ ഇന്ന് നമ്മുടെ ചിന്നു എന്താണെന്ന് അറിയത്തില്ല, പെണ്ണ് ഡൈവേഴ്സായി പിണങ്ങി വന്നെന്ന് തോന്നുന്നു. ഇന്ന് നേരം വെളുത്തപ്പം മുതൽ വീഡിയോ എടുക്കാനും പിന്നെ മൊബൈൽ അങ്ങ് കുത്തിയിട്ടിരുന്നത് കൊണ്ട് രാവിലെ ഉണർന്നപ്പോഴും ഞാൻ കേൾപ്പിക്കത്തില്ല അവളുടെ സൗണ്ട്. രാവിലെ ഞാനും നമ്മുടെ അണ്ണനും കൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് പതിവില്ലാത്തതിൻ്റെ കൂട്ടി ഇവിടെ എല്ലാം വന്ന് ഇവിടെ പടിയുടെ അടുത്തൊക്കെ പെണ്ണ് വന്ന് നിൽക്കും. എന്താണ് സംഭവം എനിക്കറിയത്തില്ല. ശിവവും ഇവളും കൂടെ പിണങ്ങിയെന്ന് തോന്നുന്നു, പിള്ളേരെ പിണങ്ങിയെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇനി ഞാൻ വക്കാലത്ത് പിടിക്കാൻ പോകണമെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് രാവിലെ മുതൽ ഇവിടെയൊക്കെ നിന്നേതാ അവൾ കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പക്ഷെ അത് ഞാൻ മോനോട് പറഞ്ഞു, മക്കളെ ഓടി എടുത്തോണ്ട് പോടാ. പക്ഷെ അന്നേരത്തേക്ക് അവളെ പോയി അവളെ മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ കേട്ടോ. അത്ര ഉള്ളത്തിലല്ലേ നമ്മളോട് ചോദിച്ചോണ്ടാണ് അവളെ ഓടിയത് അല്ലേ. അവൾക്ക് കുഞ്ഞുവാവ ഉണ്ടായോ എന്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതും കാണിച്ചായിരുന്നു. അവൾ നമ്മുടെ കൂട് കൂട്ടാൻ ചകിരി, ഞാനും നമ്മുടെ അണ്ണനും കൂടെ ചകിരിയൊക്കെ ഇട്ട് കൊടുത്തത് അവൾ എടുത്തോണ്ട് പോയായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ കണ്ടോ എന്തോ, ആരാണ്ടൊക്കെ കണ്ടിട്ട് കമൻറ്റൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. നല്ല രസം. നമ്മൾ ഇവരെ ഇത്തിരി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളുമായിട്ട് നല്ലതായിട്ട് അവരെ അടുക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബെഡ്റൂമിനകത്തും മുറിക്കകത്തും മൊത്തം അവൾ കയറി ഇറങ്ങുമായിരുന്നു. ഇപ്പോഴവനുമായിട്ട് പോയതോടുകൂടിയാണ് നമ്മളുമായിട്ട് അവൾ കൂട്ടുകൂടാത്തത് കേട്ടോ. ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ചിന്നു നമ്മുടെ പെരയ്ക്കകത്തും നമ്മുടെ കുഞ്ഞടുക്കളയിൽ വന്ന് ചോറുണ്ണുന്നതും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ, വലിയ വിശേഷങ്ങളൊന്നുമില്ല. നമുക്ക് ഇപ്പം 3-4 ദിവസമായി അടുക്കള വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട്, അടുക്കള വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അമ്പലത്തിലൊക്കെ നമുക്ക് സപ്താഹമൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ മീനിൻ്റെ കാര്യമൊക്കെ ഷോർട്ടേജിലൊക്കെയാണ് വാങ്ങിക്കും. പക്ഷേ അത് ഞാൻ രാവിലെ കുളിക്കുന്നതിന് മുന്നൊക്കെ അമ്മയ്ക്ക് കറിയൊക്കെ വെക്കണമല്ലോ. അതുകൊണ്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല. കുളിയും നനയൊന്നുമില്ല നമ്മളെ വീഡിയോ എടുക്കുന്നതിന് കേട്ടോ. അതുകൊണ്ടൊക്കെ ഇപ്പം നമ്മൾ ഇച്ചിരി മാറി നിൽക്കുക കേട്ടോ. എന്തോ അമ്പലത്തിലൊക്കെ പോകണമല്ലോ, അതുകൊണ്ട് അല്ലാതുള്ള പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പൂരത്തല്ല ഇവിടെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മൾ അടുക്കള വിശേഷങ്ങളൊന്നും കാണിക്കാത്തത് കേട്ടോ. നമ്മുടെ അടുക്കള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിക്കണം. അപ്പോൾ എന്നെപ്പോലെ ഒത്തിരി കൂട്ടുകാർക്ക്, വീട്ടമ്മമാർക്കൊക്കെ അടുക്കള വിശേഷങ്ങൾ, പാചകമൊക്കെ ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവരുടെയും അടുക്കള വിശേഷങ്ങൾ കാണാൻ. അവരെന്തുണ്ടാക്കി എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും, ഇന്ന് നിൻ്റെ ചമ്മന്തിയും കറിയൊക്കെ ഇട്ടോ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ സന്തോഷമെന്ന് അറിയാവുള്ളൂ. എന്തൊരു സന്തോഷം. അങ്ങനെ ഞാൻ മേടവിഷുവിൻ്റെ പിറ്റേന്ന് ഞാനും അണ്ണനും കൂടെ ചോറുണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യൻ നമ്മുടെ ഇവിടെയുള്ള നോക്കിക്കണം, അവർക്കൊക്കെ ആ സ്നേഹമുണ്ട്, പട്ടാളക്കാരനായിട്ടോ. അപ്പോൾ ഓടി വന്ന് എന്നോട് ചോദിച്ചു, പട്ടാളക്കാർക്ക് സമയമുണ്ടോ നമ്മുടെ വീഡിയോ കാണാൻ? പുള്ളി ആ കൊച്ചങ്ങ് അങ്ങല്ലേ, ജോലി സ്ഥലത്തൊക്കെയല്ലേ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ കാണാൻ അവർക്ക് സമയം. നല്ല സന്തോഷം പങ്കിടാൻ ഓടി വന്നപ്പോൾ, ചേച്ചി വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇടണം ചേച്ചി, അന്നേരം സപ്പോർട്ട് നിൽക്കുക, ഇടണം കേട്ടോ, ഞങ്ങളൊക്കെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ്. പാവം നല്ല സ്നേഹമുള്ള ഒരു പയ്യൻ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളത് കേട്ടോ. എനിക്കപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ അയൽവാസികളൊക്കെ ഉള്ളപ്പോഴേ
നമ്മൾ പിന്നെ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്, നമുക്ക് സന്തോഷം തന്നെ. ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഇവർ നമ്മളെ കളിയാക്കുവാണോ എന്നൊരു മനസ്സിനകത്തൊരു സങ്കടം അന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവർക്കും മനസ്സിലായി നമ്മളിങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് അവർക്കും ഈ കൊച്ചു മുന്നോട്ട് പോവും എന്നുള്ളൊരു അവർക്കും ഉണ്ട്, എന്നുവെച്ചാൽ നമുക്കും ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ തുടങ്ങിയതാണ്, ഇങ്ങനെയൊക്കെ തള്ളി ഉന്തിയൊക്കെ നമ്മൾ മുന്നോട്ട് പോകും കേട്ടോ. അപ്പോഴേ എപ്പോഴും എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പോഴൊക്കെ ആദ്യം പറഞ്ഞ് നിന്നാലൊക്കത്തില്ല. നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ്, ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളേ ഉള്ളൂ കേട്ടോ. കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ പോകാം കേട്ടോ. അപ്പോഴെല്ലാവരും നമ്മുടെ ടിപ്പൊക്കെ നോക്കണം കേട്ടോ. ഒത്തിരി ഒന്നും സൗന്ദര്യമൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വ്യത്യാസമൊക്കെ വരും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വേറെയും കാണുമല്ലോ ടിപ്പുകളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ ചേച്ചിമാരൊക്കെ കാണിക്കുന്നുണ്ടല്ലോ കേട്ടോ. അപ്പോഴേ വെളുത്ത് പാറിയില്ലെങ്കിൽ നമുക്കൊരു ഇതൊക്കെ വരും കേട്ടോ. പിന്നെ എപ്പോഴും നമുക്കൊരു ഉറച്ചൊരു വിശ്വാസം വേണം, അത് നല്ല ശരിയാവും എന്നൊരു വിശ്വാസം വേണം കേട്ടോ. അല്ലാതെ ചുമ്മാ അവർ പറഞ്ഞ് ഇവർ അല്ലെങ്കിൽ അത് കണ്ട് ഇത് കണ്ടെന്നും പറഞ്ഞ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഞാൻ പോകുന്നിടത്ത് എല്ലാ വഴിയും മുല്ലപ്പൂ ഇങ്ങനെ തറയെ വീണ് കിടക്കും കേട്ടോ. ഞാൻ അതിനകത്തൂടെ നടക്കുന്നു. ഇതേ രാവിലെ ഒരു കൊട്ട കെട്ടി വെച്ചിട്ടുണ്ട്, ഇനി ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു ലോഡ് ഇരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ മാത്രമേ ഇവിടെ പൂ വയ്ക്കാനുള്ളൂ. ഒരു കൊച്ചു പെണ്ണിനോട് പറഞ്ഞാൽ അവൾ പൂ വെക്കത്തില്ല, ഞാൻ മാത്രം ഓട്ടിട്ട് അതേ പൊഴിഞ്ഞു വീണു. ഇതെന്തോ ഇതിനൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ തട്ടുമുല്ലയ്ക്ക് എത്ര നമ്മൾ അങ്ങോട്ട് മുറുക്കി കെട്ടിയാലും ഇതേ ഓരോന്നോരോന്നങ്ങ് പൊഴിഞ്ഞു വീഴുക. അന്നേരം നമ്മുടെ അണ്ണൻ രാവിലെ എന്നോട് ചോദിക്കുന്നത്, നീ എന്തോ ഈ നുള്ളി പറക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ തലേന്ന് പോകുന്ന മുല്ലപ്പൂ ഞാൻ പറക്കിയെടുക്കും, എന്നിട്ട് വീണ്ടും മണപ്പിക്കുക. ഇത് തന്നെ നേരം വെളുത്ത ജോലി. മുല്ല വെട്ടിക്കളയുമെന്ന് കേട്ടോ എന്നോട് പറയുക. ഞാൻ പറഞ്ഞ എന്നാ രണ്ടിലൊന്നും ഇവിടെ നടക്കും, എൻ്റെ മുല്ലയ്ക്കകത്ത് കൈ വെച്ചാൽ കേട്ടോ. അവരുടെ ഇഷ്ടം പോലെ മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. അതേ രാവിലെ അങ്ങോട്ട് കെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഇന്നലെ നമ്മുടെ കൂട്ടുകാരൊക്കെ പെൺപിള്ളാരെല്ലാം ചോദിച്ചിട്ടുണ്ട്, മുല്ലപ്പൂ തരണേ, വായോ ഓടി വായോ സുബുവിൻ്റെ വീട്ടിലോട്ട്. അടുത്താണെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ കേട്ടോ. അവർ പറയാൻ വന്ന കാര്യം മെനഞ്ഞാത്ത വീഡിയോ കോപ്പറേറ്റ് അടിച്ച് അമ്മാവൻ എനിക്കിട്ട് പണി തന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴൊരു സന്തോഷം പറയാനായിരുന്നു ഈ കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ടത്. അപ്പോഴും മോനെ TV വെച്ചിരുന്നു. അപ്പോഴതാണ് അമ്മാവൻ അത്ര പിടിച്ചില്ല കേട്ടോ. അമ്മാവൻ അത് അത്ര പിടിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ രണ്ടും കൂടെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഥയൊക്കെ പറഞ്ഞായിരുന്നു അന്ന് വീഡിയോ ഇട്ടത്. അല്ലയോ കൃഷ്ണ, സത്യമല്ലയോ കൃഷ്ണ? അന്ന് എനിക്ക് വിഷുവിൻ്റെ അന്ന് എൻ്റെ കൃഷ്ണനൊരു ഭയങ്കര സന്തോഷം തന്നു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനോ നമ്മൾ ഓടിച്ചാടി തുള്ളിച്ചാടി വന്ന് കഥയും പറഞ്ഞ് നിന്നപ്പോഴേ അമ്മാവൻ എനിക്കിട്ട് പണി തന്നേ. അതെ ഇപ്പോഴേ പറയണം ഇവരോട്. പറയണ്ടേ? കൃഷ്ണൻ പറഞ്ഞു ഇപ്പോഴേ പറയണ്ടെന്ന്. എന്നാലും കൃഷ്ണ പാവത്തുങ്ങളല്ലേ, നമ്മളെ കൂട്ടുകാരല്ലേ. വേണ്ട ഇപ്പോഴേ വേണ്ടെന്ന് സമയമായില്ലെന്ന്. അതിനൊക്കെ ഒരു സമയമുണ്ടെന്നാ കൃഷ്ണൻ പറയണേ. അങ്ങനെ പറഞ്ഞ അവൻ കേക്കുവോ എനിക്കറിയത്തില്ല. നമ്മുടെ കൂട്ടുകാരല്ലേ, ഇട്ടിട്ട് പോവോ? ഇട്ടിട്ട് പോവത്തില്ലെന്ന് അവര്. ആന്നേ, നേരാന്നേ. നിന്റെ സ്വഭാവം പോലെ ഇരിക്കുമെന്ന്. എൻ്റെ ദൈവമേ, ഈ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എൻ്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കൃഷ്ണ. എന്താ പറഞ്ഞേ? എന്നോട് പറഞ്ഞു കേട്ടോ, നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോവെന്ന് പോലും കളഞ്ഞിട്ട്. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ അവരെനിക്ക് സപ്പോർട്ട് നിൽക്കുന്നത്. കൃഷ്ണ, ഈ കൃഷ്ണൻ എന്തോ വന്നു ഒരു ലെവലും ഇല്ലേ? അതോ വിഷു കഴിഞ്ഞപ്പോഴത്തേനാ എന്താ ഓളമൊക്കെ പോയോ? എന്തുവാ വേണ്ട ഏൽപ്പിച്ചേക്കെന്ന്. നമ്മൾ വിഷുവിന് കൈനീട്ടം കിട്ടിയത് അമ്പലത്തിൽ നിന്ന് ഞാൻ കാണിച്ചില്ല. അന്ന് കാണിച്ചായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ അന്നായിരുന്നെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോ എന്താ കോപ്പിറൈറ്റ് കിട്ടിയത്. നമുക്ക് ആയിരുന്നു എന്തോ നമ്മുടെ അമ്പലത്തിലായിട്ടോ നമുക്ക് മേടവിഷുവിന് അമ്പലത്തിൽ നിന്ന് നമ്മുടെ തിരുമേനി കൈനീട്ടം തന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. അത് കൃഷ്ണനെ ഏൽപ്പിച്ചപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ.
ഇതൊക്കെ എനിക്കറിയത്തില്ല. നമ്മുടെ കുഞ്ഞുനാളിലൊന്നും നമുക്ക് ഇങ്ങനെയല്ല, നമുക്ക് കയ്യല്ലേ തന്നത്. ഇപ്പം ദേ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കിട്ടാൻ തുടങ്ങി. എന്ത് രസമുണ്ട് നമ്മുടെ കള്ളകൃഷ്ണനും. ദേ ഹര ഹര മഹാദേവ. അപ്പോഴും ഞങ്ങളുടെ മഹാദേവനൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, എൻ്റെ മഹാദേവർ. അപ്പോഴും കണ്ടോ, ഹര ഹര മഹാദേവ. ഉടയൻകാവ് ബോയ്സ്. ഓ, പിള്ളേരൊക്കെ അങ്ങ് ഭയങ്കര ഹൈ ലെവലിലായി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് സംഭവം കേട്ടോ, കിടുവായിട്ടുണ്ട്. അതും ഞാൻ എൻ്റെ കൃഷ്ണനെ ഏൽപ്പിച്ചേക്കുന്നത്. പിന്നെ കൈനീട്ടം കിട്ടിയതൊക്കെ ഏൽപ്പിച്ചതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇച്ചിരി ഒരു ഷോർട്ടേജ് ഒക്കെ വന്നപ്പോൾ ഞാൻ അടിച്ചു മാറ്റി. എൻ്റെ കൃഷ്ണ എന്നോട് പൊറുക്കണേ. എന്താ പറഞ്ഞേ? ഇന്ന് ലോട്ടറി അടിക്കുമെന്ന് പോലും. ദൈവമേ, എങ്ങനെ വഴിയുണ്ടോ, വല്ല ചാൻസും ഉണ്ടോ ഇന്ന് നമുക്ക്? എന്താ പറഞ്ഞത്? ദേ അണ്ണൻ്റെ ഷർട്ട് വാരിയിട്ട് കഴുകാൻ. അപ്പോഴും ഇന്ന് ലോട്ടറി അടിക്കുന്നു. ഞാൻ എന്തായാലും ഒന്നേ പോയി നോക്കിയിട്ട് വരട്ടെ. കഴുകാനുണ്ട് കേട്ടോ. എന്താ മോനെ? അപ്പോഴേ ഇന്ന് എന്തായാലും തുണിയൊക്കെ കഴുകാനുണ്ട്. നമ്മുടെ അണ്ണൻ്റെ 5-6 ഷർട്ടൊക്കെ കഴുകാനുണ്ട് കേട്ടോ. ഇതാ വന്നു നമ്മുടെ അണ്ണൻ. അപ്പോൾ അങ്ങനെ എങ്ങാണോ എനിക്ക് ലോട്ടറി അടിക്കത്തുള്ളൂ. എൻ്റെ കൃഷ്ണ, എന്തായാലും നമുക്കൊന്ന് കേസ് ഒന്ന് തപ്പി നോക്കാം. എന്തെങ്കിലും ബൈ ചാൻസിൽ ഒരു 5 രൂപയുടെ തുട്ടെങ്കിലും കിട്ടാതിരിക്കത്തില്ല എൻ്റെ വിശ്വാസം. എന്തായാലും രാവിലെ കഴുകാൻ അമ്മണിക്ക് ഇടണം കേട്ടോ. അമ്മണിക്ക് കഴുകാൻ കൊണ്ടുപോകാം. നമുക്കൊന്ന് തപ്പിയിട്ട് വരാം, പരതിയൊക്കെ നോക്കാം കേട്ടോ. പിന്നെ അമ്പലത്തിലൊക്കെ പോകണം. അമ്പലത്തിൽ സപ്താഹമൊക്കെ നടക്കുവാണല്ലോ. അപ്പോഴേ പിന്നെ സപ്താഹത്തിനൊക്കെ പോകണം. സപ്താഹത്തിന് രാവിലെയൊന്നും പോകത്തില്ല, ഞങ്ങൾ ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ കഴിക്കാൻ പോകും കേട്ടോ. ഞാൻ ഇപ്പം അന്ന് മുതൽ പോകുന്നു, നമ്മൾ വിഷുവിൻ്റെ അന്ന് മുതൽ പോകുന്നു. അപ്പോഴിന്ന് നമ്മുടെ കൃഷ്ണൻ പറഞ്ഞേക്കുന്നത് എനിക്ക് ലോട്ടറി അടിക്കുമെന്നാണ്. നിങ്ങളെല്ലാവരും കേട്ടല്ലോ, കൃഷ്ണൻ പറഞ്ഞേക്കുന്നത് എനിക്കിന്ന് ലോട്ടറി അടിക്കുമെന്നാണ് കേട്ടോ മോനെ. കൃഷ്ണൻ പറഞ്ഞ അമ്മയ്ക്ക് ഇത് ലോട്ടറി അടിക്കും. നമുക്ക് നോക്കണമല്ലോ എന്തെങ്കിലും. 1 രൂപ എങ്കിൽ 1 രൂപ നമുക്ക് വലിയൊരിതാണ് കേട്ടോ. നമ്മുടെ അണ്ണൻ്റെ കീശേന്ന് അക്കടിയൊന്നും പറ്റാറില്ല നമ്മുടെ അണ്ണന്. 1 രൂപയൊന്നും ഇങ്ങനെ മറന്നിട്ടിട്ട് പോകും. ഞാൻ എന്നാലും ഒന്ന് തപ്പിയിട്ടൊക്കെ വരാൻ കേട്ടോ. ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത്രയും നല്ല. വല്ല കോലി മുട്ടായിയോ ജീരക മുട്ടായിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുക. അതേ എൻ്റെ മുല്ലപ്പൂവൊക്കെ ഓരോന്ന് ചറ പറ നമുക്ക് പോവാം. അപ്പോഴേ അമ്മണിക്ക് തുണി കഴുകാനിട്ട് കൊടുത്തിട്ട് കാര്യം പറഞ്ഞു നിന്നാൽ നമുക്ക് കാര്യം പറയാനേ ഉള്ളൂ സമയം കേട്ടോ. വണ്ടി ബെല്ലും ബ്രേക്കും ഇല്ലാതൊക്കെ പോകും രാവിലെ തന്നെ. അങ്ങനെ നമ്മുടെ മുറി വന്നു കേട്ടോ. അടുക്കി പറക്കാൻ എന്തോ തുണി അമ്മണിക്ക് ഇട്ട് കൊടുക്കണ്ടേ. എൻ്റെ പിള്ളേർ ഇതിനകത്തൊന്നും നിൽക്കാൻ വയ്യ. ചൂട് കണ്ടോ, എന്തൊരു ചൂടാണെന്നറിയാത്തില്ലയോ. സഹിക്കാൻ വയ്യാത്ത ചൂട് കേട്ടോ. അപ്പോൾ ഒരു ഷർട്ടായിട്ടൊന്നും അമ്മണിക്ക് ഇട്ട് കൊടുക്കാനൊക്കെ തിന്നില്ല. അതുകൊണ്ട് 5-6 എണ്ണമൊക്കെ ആകുമ്പോഴേ ഞാൻ കഴുകാനേ അമ്മണിക്ക് കൊടുക്കാൻ എടുക്കത്തുള്ളൂ കേട്ടോ. ഇതൊരു ചൂടാ. രാവിലെ നമ്മൾ കുടിച്ചാലും പിന്നെ അങ്ങ് വിയർത്തൊഴുകുക. എന്തിരി ചൂടാണെന്നറിയാമോ. എൻ്റെ ദൈവമേ, പെരപ്പുറത്ത് കിടക്കാനും ഒക്കത്തില്ല. മുറ്റത്തിറങ്ങി നമുക്കിവിടെ മെറ്റിലായതുകൊണ്ട് അങ്ങനെയും ഒക്കത്തില്ല. ആകെപ്പാടെ ചൂട് കൊണ്ട് നമ്മളൊക്കെ കിടന്നു പണ്ടൊക്കെ ഇത്രയും ചൂടില്ലായിരുന്നു. ഇത് എന്ത് വൈകു എൻ്റെ പൊന്നെ. അപ്പോഴൊന്നുള്ളിൽ പറക്കാനില്ല. എന്തെങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. എന്തെങ്കിലും ബൈ ചാൻസിൽ നമ്മുടെ അണ്ണൻ അങ്ങനെയൊന്നും അബദ്ധമൊന്നും പറ്റത്തില്ല കേട്ടോ. അഥവാ അബദ്ധം പറ്റിയ പോയിട്ട് വന്നിലൂടെ ഇതിനകത്ത് എന്തെങ്കിലും കിടന്നായിരുന്നു. നമ്മുടെ ഒന്നും കിടന്നിരുന്നില്ലെന്ന്. ഇനിയിപ്പോൾ എനിക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അഥവാ ഞാൻ കള്ളത്തരം പറയുവാണെങ്കിൽ നമുക്കിത് കാണിച്ചു കൊടുക്കാതെ നമ്മൾ വീഡിയോ എടുക്കുമല്ലേ, നേരിട്ട് വീഡിയോ എടുക്കുമല്ലേ. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുത്തൂടെ. എൻ്റെ ബുദ്ധി നോക്കിക്കാണ് ദൈവമേ, എന്തൊരു ബുദ്ധിയാ, കിഴിഞ്ഞ ബുദ്ധി അല്ലേ. അങ്ങനെ രാവിലെ നമ്മൾ ഒന്നൊന്നായിട്ട് തപ്പി നോക്കാൻ പോകട്ടോ. എനിക്ക് ഭാഗ്യമുണ്ട്, എനിക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് കൊണ്ടുപോയി ഇട്ടില്ലുണ്ടല്ലോ, അബദ്ധ വശം എന്തെങ്കിലും ഇങ്ങനെ എഴുതിയത് കാണും കേട്ടോ. എഴുതിയത് കാണും. ഞാൻ നമ്മുടെ അമ്മണിക്ക് ഇട്ടങ്ങ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അമ്മണിയാണെങ്കിൽ ലിക്വിഡും ഒക്കെ ഇട്ട് കഴുകി സൂപ്പറായിട്ട് ഉണക്കി തരും കേട്ടോ. അങ്ങനെ എനിക്ക് അക്കടി പറ്റിയിട്ടുണ്ട് എത്ര പ്രാവശ്യം നോട്ടുകൾ. അതുകൊണ്ട് എപ്പോഴാണേലും ആരാണേലും നമ്മളെ ഏത് പെൺപിള്ളേരാണേലും നമ്മുടെ ഷർട്ടൊക്കെ കഴുകാൻ എടുക്കുമ്പോൾ ഇതേ ഇങ്ങനൊന്ന് തപ്പണം. എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് നമുക്ക് കിട്ടും.
എനിക്ക് കിട്ടത്തില്ല കേട്ടോ. ചില സമയത്തെങ്ങാനും നമ്മുടെ അണ്ണൻ അക്കിടി പറ്റുവാണെങ്കിൽ മാത്രം ഇതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഫാൻ അങ്ങ് ഓഫാക്കി കേട്ടോ. ഫാൻ ഓഫാക്കിയെന്ന് വെച്ചാൽ നമ്മൾ കാര്യം പറയുന്നത് കേൾക്കത്തില്ല. ഇത് എത്ര എണ്ണോ വരുന്നേ, പക്ഷെ ഇതിനകത്തൊന്നും ഒന്നുമില്ല പിള്ളേരെ. കേട്ടോ, ഓ ഏതാണ്ട് ഒന്ന് തട്ടിയപ്പോഴത്തേനും എൻ്റെ മനസ്സിന് ഓ, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കിട്ടുമെന്ന്. ഇതിപ്പോൾ ഏതാ എൻ്റെ മോൻ്റെ പോക്കറ്റ് തപ്പുന്നത്. അവനാകുമ്പോൾ കടയിലൊക്കെ പോയിട്ട് വരുന്ന ചില്ലറയൊക്കെ ഇതിനകത്ത് ഇട്ട് ഈ എണ്ണം മഹാ അലമ്പര. ഇപ്പം ഈ ഇടയായിട്ട് ഭയങ്കര അലമ്പ. ഇതിനകത്ത് ഒന്നുമില്ല പിള്ളേരെ, ഒന്നുമില്ല. ഞാൻ എത്ര എണ്ണം എടുത്തു നിങ്ങൾ നോക്കി, എത്ര എണ്ണം എടുത്തു കഴുകാനുള്ളത് കണ്ട്. നമുക്കിത് കാണിക്കാം. എന്തെങ്കിലും ഇനി കാണാതെ പോകുമ്പോൾ ഞാൻ ഇതങ്ങ് കാണിക്കതേ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ ഒക്കെ. എത്ര എണ്ണം? 1 2 3 4 5 6 7 8. എത്ര എണ്ണം തപ്പിയിട്ട് പോലും എനിക്കൊന്നും കിട്ടില്ല. മുണ്ട് വേറെ ഉണ്ട്, അതിനകത്ത് എന്ത് തപ്പാനാ? നമ്മൾ ഒന്നുമില്ല. ചുമ്മാ അതല്ലേ ഈ കൃഷ്ണനെ കള്ളൻ എല്ലാവരും വിളിക്കുന്നത്. എന്നെ പറഞ്ഞ് പറ്റിച്ചേല് ഈ രാധെ പറഞ്ഞ് പറ്റിച്ച കൃഷ്ണൻ. എൻ്റെ കൊച്ചിൻ്റെ ഷർട്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് അവനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി വരാറുണ്ട്. അമ്മയും കണ്ട് 1-ാം ദിവസം ഒരു 100 രൂപയും കണ്ട് കൊടുത്തു കേട്ടോ. ഞാനിത് തപ്പാതാണ് അമ്മണിക്ക് കൊടുത്തത്. ഇതേ അവൻ വൈകിട്ടായപ്പം എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അവന് ഓർമ്മ വന്നു അവന് പോക്കറ്റിനകത്ത് ഇട്ടിരുന്നു. അത് നല്ല ക്ലീനായിട്ട് അഴുക്ക് പിടിച്ചെന്ന് അവൻ തന്നെ പറയും. ഇത് അഴുക്കായിരുന്നമ്മേ, നോക്കമ്മേ, നല്ല അമ്മണി നല്ല ക്ലീനായിട്ട് എനിക്ക് തന്നെന്ന് കേട്ടോ. അങ്ങനെ എനിക്കങ്ങനെ അക്കടി പറ്റിയിട്ടുണ്ട്. അതാ ഞാൻ നമ്മുടെ അണ്ണൻ്റെ ഷർട്ട് ഇങ്ങനെ തപ്പി നോക്കുന്നത്. പക്ഷെ ഞാനുണ്ടല്ലോ വേറെ സംഭവം, ഞാൻ രാവിലെ തപ്പും. എൻ്റെ ഏട്ടാ ഇത് നിങ്ങൾ നോക്കണ്ട, എന്താണെന്നറിയത്തില്ല. തുണി കുറവായതുകൊണ്ടായിരിക്കും അകത്തൊന്ന് ഇങ്ങോട്ട് വരിക. ഇതേ ഞാനുണ്ടല്ലോ രാവിലെ ഇവിടൊക്കെ ഒന്ന് തപ്പും. നമ്മുടെ അണ്ണൻ ഇവിടൊക്കെ എടുത്തിരിക്കുന്ന ചില്ലറകൾ വിളക്കുമുറിയിലൊക്കെ നമുക്ക് വേണമല്ലോ. 10-ൻ്റെയൊക്കെ ഞാൻ നൈസായിട്ട് ഞടിച്ച് മാറ്റി. ഇത് ഈ 10-ൻ്റെയൊക്കെ നൈസായിട്ട് ഞടിച്ച് മാറ്റിയിട്ട് 1 രൂപ തൊട്ട് അവിടെ വെച്ചേക്കും. നമുക്ക് വഞ്ചിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഇടുന്ന പൈസ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അത് നമ്മളെ കൊണ്ടുപോകും കേട്ടോ. 10 രൂപയൊന്നും നമ്മളിടത്തില്ല. നമുക്കുണ്ട് 10 രൂപ വഞ്ചിയിലിടാൻ നമ്മുടെ വീട്ടിൽ കേട്ടോ. 1 രൂപ തൊട്ടൊക്കെ ഇട്ടാൽ മതി, എന്നും നമ്മളിടും കേട്ടോ. അത് ദേ ഇവിടെ അണ്ണനറിയാം ഞാൻ എപ്പോഴും ഇവിടെ വയ്ക്കുന്നത്. എൻ്റെ തുണിയുടെ അടുത്താണ്. ഇത് ഇങ്ങോട്ട് തുറന്നാലുണ്ട് എല്ലാം കൂടി ഇങ്ങോട്ട് വരും. തുണി കുറവായതുകൊണ്ടായിരിക്കും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴേ ഞാനേ ഇത് അമ്മണിക്ക് ഇട്ട് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. അമ്പലത്തിലൊക്കെ പോകണ്ടേ നമുക്ക്. ഇതൊക്കെ കഴിയിട്ട് അമ്പലത്തിലൊക്കെ പോകണം കേട്ടോ. അപ്പോഴമ്മണിക്ക് കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ. മേളിൽ അമ്മണി മേളിലല്ലേ ഇരിക്കുന്നത്, അമ്മണിക്ക് മേളിൽ കൊണ്ടു കൊടുക്കണം. അതിന് ഞാനുണ്ടല്ലോ നമ്മുടെ അണ്ണൻ്റെ ഒരു കൈലിയോ മുണ്ടോ എടുത്തിങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ പറക്കി അതിനകത്തിടും. എന്നിട്ടുണ്ടല്ലോ നമ്മൾ പണ്ടൊക്കെ എൻ്റെ കുഞ്ഞുനാളൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആറൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇങ്ങനെ ആൾക്കാരാണെങ്കിൽ ആറ്റിൽ കുളിക്കാനും നനയ്ക്കാനും ഒക്കെ പോകുന്നത് ഇതൊരു പാണ്ടക്കെട്ടായിട്ട് തലയിൽ വയ്ക്കും. തലയിൽ വെച്ചുകൊണ്ടാണ് ഇതിനെ പോകുന്നത്. അതുപോലെയാണ് ഞാനിപ്പോഴേ ഇതേപോലൊരു നമ്മുടെ അണ്ണൻ്റെ ഒരു മുണ്ടോ കൈലിയോ എടുത്ത് നിവർത്തിയിട്ടിട്ട് ഇതെല്ലാം കൂടെ വാരിയിട്ടിട്ട് എല്ലാം കൂടെ വാരി മേലോട്ട് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ തല വയ്ക്കും. ചിലപ്പോൾ ഞാൻ തല വയ്ക്കും. ചിലപ്പോൾ നടുവേദനയാണെങ്കിൽ മോനോട് പറയും, മോനെ ഒന്ന് എടുത്തുകൊണ്ട് വാടാ കൂട്ടാന്ന്. അങ്ങനെ പിന്നെ മോന് കൊണ്ട് തരും. എനിക്ക് വെയിറ്റ് എടുത്തുകൊണ്ട് കയറാക്കത്തില്ല. നമ്മുടെ ഈ പറയുന്നത് ഇച്ചിരി കാണും. എല്ലാവരുടെയും കൂടെ ആകുമ്പോൾ അമ്മണിക്ക് കൊടുക്കാൻ ഇത്തിരി കാണും. അത് 2 ട്രിപ്പായിട്ടങ്ങ് ഇട്ട് കൊടുക്കും ഞാൻ കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇവൻ എന്തോ നോക്കിയിരിക്കുക. അണ്ണാൻ കയറി പോകുന്നത് അവൻ നോക്കിയിരിക്കുന്നു. യോ ചാടി പിടിക്കടാ, എടാ ചാടി പിടിക്കടാ. ദേ ഞാൻ ഇൻട്രോ പറയുന്നിടത്ത് അവൻ കയറി ഇരിക്കുക കേട്ടോ. ഓടിക്കണം. ഒന്നും കേൾക്കുന്നില്ല കേട്ടോ, ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല ആള്. ആരാടാ അത്? അവൻ അണ്ണാനെ പിടിക്കാൻ പോകട്ടോ. പിടിക്കടാ കയറി പിടിക്കടാ. ആ അണ്ണാനെ പിടിക്കാൻ പോകുന്ന ഒരാളെ കണ്ടോ അവൻ തിരിഞ്ഞു നോക്കാം. നിന്നെ ഞാൻ പിടിക്കും, ഓടിക്കണം, നിന്നെ ഞാൻ പിടിക്കടാ.
അണ്ണനെ പിടിക്കാൻ പോകുന്നവരാണോ? അവനിപ്പം പിടിച്ചുകൊണ്ട് വരും കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലേ. എങ്ങനെയാണോ ഒക്കെ അമ്മണിക്ക് കൊടുത്തു. പിന്നെ എല്ലാം അടുക്കി പറക്കി ഒതുക്കിയൊക്കെ പറക്കി ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ ദേ വൈകിട്ട് ചെടി നനയുണ്ടല്ലോ, മഴ പെയ്യുമെന്ന് വിചാരിച്ചിരിക്കും, മഴ പെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ചു ഇന്നതേ ചെടിയെല്ലാം നനച്ചു. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ചെടിയെല്ലാം പോക്കാണ് കേട്ടോ. എന്നിട്ട് തന്നെ എല്ലാം ഒരുമാതിരി വാട്ടലൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു. വടക്കേ സൈഡിൽ ഒഴിച്ചില്ല, അതിന് നാളെ രാവിലെ. അപ്പോഴത്തേക്ക് സന്ധ്യയായി. അപ്പോഴിന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.